സവർണ ഫാസിസ്റ്റാണ്. ശൈവ വൈഷ്ണവ സംഘർഷത്തിലെ ശൈവനാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണം ഉമാമഹേശ്വര സംവാദമായി ചിത്രീകരിച്ചിരിക്കുന്നത് തനി തോന്നിവാസമാണ്. അത് ദളിതനെതിരായ മൂവ്മെന്റിന്റെ ഭാഗമാണ്. വാൽമീകിയാണ് ആദ്യത്തെ ദളിത പീഡകൻ. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ദളിത പീഡനങ്ങളുടെ ഉറവിടം വാൽമീകിയായിരുന്നു. ഇതുമാത്രമല്ല, രാമായണം എന്ന് പറയുന്നത് തന്നെ ദളിതർക്കെതിരാണ്. ചാതുർവർണ്ണയത്തിൻ്റെ സവർണ ഫാസിസത്തിൻ്റെ അടയാളമാണ്. ചാതുർവർണ്ണയത്തിൻ്റെ അടയാളമാണ് രാമായണം എന്ന രീതിയിൽ രാമൻ എന്ന് പറഞ്ഞാൽ സമത്വത്തിൻ്റെ അല്ല, അസമത്വത്തിൻ്റെ നായകനാണ് രാമൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, നമുക്കെല്ലാവർക്കും അറിയാം, റംസാൻ മാസത്തിൽ ഖുർആന്റെ പുണ്യമായ കാര്യങ്ങളെ വിശദീകരിക്കുന്ന, ഖുർആന് വേണ്ടി വാതോരാതെ എഴുതുന്ന കേരളത്തിലെ ഒരു ദിനപത്രമാണ് മാധ്യമം. ഏത് ദിനപത്രവും ആ ദിനപത്രത്തിൻ്റെ മര്യാദ പാലിക്കണം. ദിനപത്രം എന്ന് പറഞ്ഞാൽ മതേതരത്വവും ജനാധിപത്യവും സമത്വവും കാത്തുസൂക്ഷിക്കുന്നതാണ് പത്രമാധ്യമധർമ്മം. പത്രമാധ്യമധർമ്മത്തിൽ മതമില്ല. പത്രമാധ്യമധർമ്മത്തിൽ ജാതിയില്ല, വർണ്ണവിവേചനമില്ല, അവഹേളിക്കലില്ല. ഹിന്ദു സമൂഹത്തെ രാമനെ, രാമായണത്തെ മുഴുവനും അവഹേളിച്ചുകൊണ്ട് മാധ്യമം പത്രം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് രാമായണ സ്വരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൂട്ടിയിരിക്കുന്നത് ശുദ്ധ വങ്കത്തരം, ശുദ്ധ തോന്നിവാസം, ശുദ്ധ അവഹേളനം എല്ലാമാണ്. നോക്കൂ നിങ്ങൾ, ഇതിൽ രാമായണത്തിലെ ബുദ്ധൻ ഒരു ഹെഡിങ് ആണ്. രാമായണത്തിലെ ബുദ്ധൻ. രാമായണത്തിൽ എവിടെയാ ബുദ്ധൻ? രാമായണം എന്ന് പറയുന്നത് ത്രേതായുഗത്തിലാണ്. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം കഴിഞ്ഞ് ഒക്കെയാണല്ലോ യുഗങ്ങൾ വരുന്നത്, കലിയുഗം വരുന്നത്. സത്യയുഗം കഴിഞ്ഞാണ് ത്രേതായുഗം, ത്രേതായുഗം കഴിഞ്ഞാണ് ദ്വാപരയുഗം, ദ്വാപരയുഗം കഴിഞ്ഞാണ് കലിയുഗം. ബുദ്ധൻ കലിയുഗത്തിലാണ്, BC 3000 എങ്ങനെ രാമായണത്തിൽ ബുദ്ധൻ ഉണ്ടാവും? എന്നിട്ട് പറയുന്നു ബുദ്ധനെ രാമൻ ചോരൻ എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുക, ബുദ്ധനെ രാമൻ ചോരൻ എന്ന് വിളിക്കുന്നു. ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ. അപ്പൊ രാമൻ ബുദ്ധനെ കള്ളൻ എന്ന് വിളിച്ചു. രാമൻ ബുദ്ധനെതിരായിരുന്നു. ബുദ്ധൻ തൻ്റെ സത്യസമത്വ ദർശനം കൊണ്ടുവന്നപ്പോ രാമൻ ചോരൻ എന്ന് വിളിച്ചു. വാസ്തവത്തിൽ എത്ര തോന്നിവാസമാണ് ഒരു പത്രമാധ്യമം ഈ നാട്ടിലെ രാമായണത്തെ, അത് രാമായണ മാസമാണ് എന്ന് മാത്രമല്ല എഴുത്തച്ഛനെ അപമാനിക്കുന്നു. മലയാള ഭാഷയുടെ തുഞ്ചത്ത് ആചാര്യൻ ചാതുർവർണ്ണയത്തിൻ്റെ അറുപിന്തിരിപ്പൻ സവർണ ഫാസിസ്റ്റാണ് എന്ന് ധ്വനിപ്പിക്കുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്നു. എന്തൊരു മര്യാദകേടാണത്! എന്തുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഇതിനെതിരെ സംസാരിക്കുന്നില്ല? ഇതിപ്പോൾ കേരളത്തിലെ മാതൃഭൂമിയിലോ മനോരമയിലോ ജന്മഭൂമിയിലോ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഖുർആനെതിരായിട്ടാണ് ഇങ്ങനെ വന്നതെങ്കിൽ ഇന്ന് പത്രം ഉണ്ടാവുമോ? പത്രസ്ഥാപനം ഉണ്ടാവുമോ? പത്രം കത്തിക്കില്ലേ? സ്ഥാപനം പൊളിക്കില്ലേ? സംഘർഷം ഉണ്ടാവില്ലേ? സാംസ്കാരിക നായകന്മാർ രംഗത്ത് വരില്ലേ? രാഷ്ട്രീയക്കാർ വരില്ലേ? മുഖ്യമന്ത്രി വരില്ലേ? എവിടെ പോയി കോൺഗ്രസ്? എവിടെ പോയി പ്രതിപക്ഷ നേതാവ്? എവിടെ പോയി മുഖ്യമന്ത്രി? എവിടെ പോയി
പൊതുമരാമത്ത് മന്ത്രി എവിടെ പോയി? സാംസ്കാരിക മന്ത്രി, പത്രമാധ്യമങ്ങളുമായി ചർച്ച ചെയ്യപ്പെടേണ്ട മന്ത്രിമാരെവിടെ? ഇത് നിർത്തണ്ടേ? ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും രാമായണ ഫെസ്റ്റ് എന്ന രീതിയിൽ മാനവികതയുടെ പ്രതീകമായ രാമന്റെ പേരിൽ രാമായണ ഫെസ്റ്റ് ഐക്യത്തിനെതിരായി നടക്കുന്ന സമ്പൂർണമായ ഒരു ദളിത കാവ്യമായ രാമായണത്തെ ദളിതർക്കെതിരാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നിസ്സംഗത പാലിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാണ് അവർക്ക് വേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി മാധ്യമ പത്രം, ജമാഅത്തെ ഇസ്ലാമി അവരുടെ വോട്ട് വേണം, അവരുടെ പിന്തുണ വേണം. അതുകൊണ്ട് എന്തു തോന്നിവാസം പറഞ്ഞാലും ചോദിക്കാൻ ആളില്ല. ഇത് മനോരമ മാതൃഭൂമി പത്രത്തിലാണെങ്കിൽ ഇതിന്റെ അവസ്ഥ ഇതാവുമോ? മാതൃഭൂമി പത്രം കത്തിച്ചതും മാതൃഭൂമി പത്രത്തിന്റെ ഓഫീസ് തകർത്തതും നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഈ നാട്ടിലെ മറ്റേതെങ്കിലും ഒരു പത്രമാണെങ്കിൽ ഇങ്ങനെയാണോ സംഭവിക്കുക? ഈ സാംസ്കാരിക നായകന്മാർ മുഴുവൻ രംഗത്ത് വരില്ലേ? വാൽമീകിയുടെ മാനിഷാദ നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ ശ്ലോകം മുഴുവൻ ചൊല്ലേണ്ട ആവശ്യമില്ല. മാനിഷാദ എന്നത് തത്വചിന്തകരുടെ, കവികളുടെ ആദി കവി എന്ന് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ആദി കവി വാൽമീകി. ആ വാൽമീകിയുടെ ആദി കവിയായ വാൽമീകിയെ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്, അപമാനിച്ചിരിക്കുകയാണ്. പറയണെന്താന്ന് പറയുക നിങ്ങൾക്ക്? വേടൻ, രണ്ട് പക്ഷികൾ ഇണചേർന്നിരിക്കുമ്പോൾ വേടൻ അമ്പെയ്തു. ആ വേടൻ അമ്പെയ്ത് അതിലൊരു പക്ഷി നിലത്ത് വീണു. അത് കണ്ട് ദുഃഖം സഹിക്കാനാവാതെ കാട്ടാളനായി പിന്നീട് കാട്ടാളനായി ജീവിച്ച് പിന്നീട് വാൽമീകിയായ ആ സന്യാസി ശ്രേഷ്ഠൻ ആ ദുഃഖം കണ്ടിട്ടാണ് മാനിഷാദ എന്ന് പറഞ്ഞത്.